മാനസം തന്നിൽ വന്നുരീക്കണം പിന്ദലോചനൻ മുകുന്ദൻ നന്ദിയോടെ ഗുരുവായൂർ മന്ദിരേ വിളങ്ങും കൃഷ്ണൻ നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുരീക്കണം കോതകന്മാരെ വധിപ്പാൻ ചേതസി ചിന്തിച്ചു കൊണ്ട് പദവിയായി നടക്കുന്ന പൂതനാഥന്റെ വിധശങ്കമൂലയുണ്ടു ജാതകമൊരു കോല ചെയ്യുവാൻ പ്രീതമാർന്നിടം തന്നിൽ പൈതലായി കിടന്നൊരു നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുരീക്കണം ദുതരായി നടക്കുന്ന ധതരാഷ്ട്രന്മാരെ എല്ലാം തീർത്തിടാനായി പാഠൻ തന്റെ തേത്തനം തന്നിൽ പാതലത്തിൽ പിറന്നൊരു പാർത്ഥിവന്മാരെയൊടുക്കി കാട്ടിധാത്രിക്കു തീർത്തൊരു നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുരീക്കണം മോഹവും വേടിഞ്ഞു പാരം ദേഹവും ഉപേക്ഷിച്ചുള്ളിൽ ശോകമെന്നു നീലച്ചാശു മേവിരുന്നോർക്ക് ഐഹിക സൗഖ്യവും പാരം ലൗകിക സൗഖ്യവും വിദ്യ ശക്തിയും ഭക്തിയും നല്ല മുക്തിയും കൊടുക്കുന്നൊരു നന്ദനന്ദനൻ ഗോവിന്ദൻ സുന്ദരനിന്ദിരാകാന്തൻ എന്നുടെ മാനസം തന്നിൽ വന്നുരീക്കണം ധന്യനാകും പാരാശര മാമുനീന്ദ്രൻ പണ്ട് ദക്ഷിണമാം ദിക്കു നോക്കി തൽക്ഷണം തോടുമ്പോൾ വേഗമോടെ കാളിക്ക് കടപ്പതിനായി ചെന്നു അക്കരെ കടത്തിടുന്ന മുക്കുവതരൂണി വന്നൊരു തുഴയുമായി ദാക്ഷകന്യ വേഗം തമ്പുരാനെഴുന്നള്ളിയ തോണി തന്നിൽ വേഗം മാമുനിതൻ മോദമോടെ തോണിയിൽ കരേറി അക്കരെ നടുവിൽ ചെന്ന് അതിശയമായി കണ്ടു ചിത്രദേവിമാരെ ചിത്രജമോഹനദാത്രിമാരെ ചിത്രിലോകത്തിങ്കൽ ഇത്ര നന്നായിട്ടൊരു